ക്വീൻസ് ഓഫ് ഹിരാമണ്ടിയിലെ ഈ എപ്പിസോഡിലെ താരം വില്ലത്തിയായ ഫരീദൻ. ഫരീദ എന്ന അറബി പേരിന്റെ അർത്ഥം തന്നെ ഏകത്വം, സമാനതകളില്ലാത്തത്, ഒറ്റ തിരിഞ്ഞവൾ എന്നാണ്. പേര് പോലെ തന്നെ സമാനതകളില്ലാത്ത കഥാപാത്രം. സോനാക്ഷി സിൻഹ. റിഹാനയുടെയും മകൾ ഫരീദിന്റെയും ഇരട്ട വേഷത്തിലാണ് സോനാക്ഷി സിൻഹ എത്തുന്നത്. രണ്ട് കഥാപാത്രങ്ങളും സങ്കീർണവും ബഹുമുഖ പ്രതിഭകളുമാണ്. ത്രാണിയുള്ള പ്രതിരോധ ശേഷിയുള്ള ഈ രണ്ട് സ്ത്രീകൾ ഹീരാമണ്ടിയുടെ പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹീരാമണ്ടിയിലെ അധികാരസ്ഥാനം വഹിച്ചിരുന്ന റിഹാന ഒരു കാലത്ത് ഏറ്റവും ആദരണീയവും സ്വാധീനമുള്ള തവായിഫായിരുന്നു. മല്ലിക ജാൻ അത് വക്രതയിലൂടെ കൈക്കലാക്കും വരെ. അതുകൊണ്ട് തന്നെ മകൾ ഫരീദൻ പ്രതികാരദാഹിയായി മല്ലിക ജാന്റെ തകർച്ചയ്ക്കായി ശപഥം ചെയ്തവളാണ്. എപ്പിസോഡ് 1 ഷാഹി മഹലിലെ റിഹാനയുടെ മിന്നുന്ന ആഭരണ ശേഖരം കാണിക്കുന്ന സീനാണ് മൊത്തം ഷോയുടെ ഒരു ടോൺ തന്നെ സെറ്റ് ചെയ്യുന്നത്. പ്രണയം, നഷ്ടം, പ്രതികാരം, പൈതൃകം എന്നിവയാണ് ഫരീദനെ മുന്നോട്ട് നയിക്കുന്നത്. അമ്മയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച അവളുടെ കഴിവുകൾക്കും സൗന്ദര്യത്തിനും പെട്ടെന്ന് അംഗീകാരം നേടുന്നുണ്ട്. മികച്ച തവായിഫ് ആയി പേരെടുക്കാൻ ആഗ്രഹിക്കുന്ന ഫരീദൻ പക്ഷെ മല്ലിക ജാനോടുള്ള പ്രതികാരത്തിനുള്ള തീവ്രമായ ആഗ്രഹം അവളുടെ പാത സങ്കീർണമാക്കുന്നുണ്ട്. മല്ലിക ജാനുമായുള്ള ഫരീദന്റെ ബന്ധം പിരിമുറുക്കവും വിദ്വേഷവും നിറഞ്ഞതാണ്. അവർക്കിടയിൽ അധികാര പോരാട്ടം ഉണ്ടായിരുന്നിട്ടും ഇടയ്ക്കെപ്പോഴോ സ്നേഹത്തിന്റെയും നീരസത്തിന്റെയും തവായിഫുകളുടെ സങ്കീർണമായ ലോകത്തെ പ്രശ്നങ്ങളും ഒക്കെ കൂടി അവരെ ഒരേ നൂലിൽ കോർത്തിണക്കുന്നുണ്ട്. റിഹാനെ പോലെ തന്നെ മകൾ ഫരീദനും വളരെ ആജ്ഞാശക്തിയുള്ള വ്യക്തിപ്രഭാവമുള്ള തവായിഫാണ്. മനീഷ കൊയ്രാളക്കൊപ്പമുള്ള ഈ ഒരു സീനിൽ നമുക്ക് ആരെയാണ് നോക്കേണ്ടതെന്ന് കൺഫ്യൂഷനായി പോകും. ധീരയും തന്ത്രശാലിയും ശക്തയും അസൂയാലുവും സുന്ദരിയും ആഡംബര ഭ്രമവും ഉള്ളവളാണ് ഫരീദൻ. അതിനാൽ തന്നെ അവരുടെ സ്റ്റൈലിങ്ങും ആഭരണങ്ങളും ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ പരമ്പരയിലെ ഏറ്റവും വൈവിധ്യമാർന്ന കോസ്റ്റ്യൂംസും ആഭരണങ്ങളും ഫരീദന്റെയാണ്. SLB അവരുടെ ഗെറ്റപ്പ്, വസ്ത്രധാരണം, ജ്വല്ലറി, അവളുടെ ശൈലി എന്നിവയിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രകടനാത്മകമെങ്കിലും മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ശൈലിയാണ് ഫരീദന്റേത്. ഒരു ഫ്രെയിമിൽ അവൾ ഏതൊരു തവായിഫും പോലെ ക്ലാസിക് കുന്തൻ, മീനാകാരി, ഗാഗ്ര, ലെഹങ്ക ഒക്കെ അണിഞ്ഞ് ഹീരാമണ്ടിയുടെ ഭാഗമാകുന്നുണ്ട്. അടുത്ത ഫ്രെയിമിൽ കാണാൻ കഴിയും വളരെ സ്റ്റൈലിഷും ബോൾഡുമായ അവതാരമായി അവർ മാറുന്നുണ്ട്. അന്നത്തെ വളരെ മോഡേൺ ആയിട്ടുള്ള തുണിത്തരങ്ങളും പാശ്ചാത്യ സ്വാധീനമുള്ള ആഭരണങ്ങളും ഒക്കെയാണ് ഫരീദിന്റെ കളക്ഷനിൽ കൂടുതൽ. അവളുടെ ആഭരണങ്ങളും ഷാഹി മഹലിലെ മറ്റ് സ്ത്രീകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷാഹി മഹലിനടുത്തുള്ള ഖാബ മാൻഷനിൽ താമസമാക്കുന്നതിന് മുൻപ് അവൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി സഞ്ചരിക്കുകയും പല കൈകൾ കൈമാറി വന്നവളുമാണ്. നിരവധി പുരുഷന്മാരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വശീകരിച്ച് ഫരീദന്റെ ശേഖരം അതിനാൽ തന്നെ മറ്റ് തവായിഫുകളെക്കാൾ വളരെ വൈവിധ്യവും സമ്പന്നവുമാണ്. ചുരുക്കം ചില സീനുകളിൽ അവളുടെ അസൂയയും മത്സരശേഷിയും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വലിപ്പമുള്ള ആഭരണങ്ങളുടെ പ്രൗഢി മല്ലിക ജാനെ പ്രകോപിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. മല്ലിക ജാന്റെ ആഭരണങ്ങളെ വെല്ലുവിളിക്കാൻ തക്ക നൂതനമായ എഡ്ജി കളക്ഷൻ ഫരീദിന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.